പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കർക്കിടക സ്പെഷ്യലായിട്ടൊരു ലഞ്ച് കോംബോ ആണ് തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് വിഭവങ്ങൾ കൊണ്ട് വളരെ കുറച്ച് സമയത്തിനകം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് കോംബോ ആണ്. ഇന്ന് പ്രത്യേകമായിട്ട് മത്തങ്ങ കൊണ്ടുള്ള അവിയലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം മത്തങ്ങയൊക്കെ മുറിച്ച് വെക്കുക. മത്തങ്ങ മുറിച്ച് കഴുകി വൃത്തിയാക്കി അതരിഞ്ഞ് അടുപ്പത്ത് വെക്കുക. അരവിനായിട്ട് കുറച്ച് പച്ചമുളക്, കുറച്ച് തൈര്, കുറച്ച് തേങ്ങ, ജീരകം, ഒരു മുറി തേങ്ങ വേണം, ഒരു കപ്പ് തൈര് വേണം, ഒരു അര ടീസ്പൂൺ ജീരകം വേണം, 5 പച്ചമുളക് വേണം. അത്രയും സാധനമാണ് ഒരു അര കിലോ മത്തങ്ങ കൊണ്ട് നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടത്. അവിയലിന് വേറെ കുറച്ച് കഷ്ണം കൂടി അതിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള എന്തെങ്കിലും മത്തങ്ങയുടെ അളവ് കൂടി നിൽക്കണം. വളരെ ടേസ്റ്റിയായ, വളരെ കളർഫുള്ളായ ഒരു അവിയലാണ് മത്തങ്ങ കൊണ്ടുള്ള അവിയൽ. വല്ലാതെ ഇളക്കിയാൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ഇളക്കാവും. നമ്മൾ നീളം കഷ്ണമായി മുറിച്ചിട്ടതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കണം. കാരണം കൽച്ചട്ടിയിൽ നമ്മൾ വേവിക്കുന്ന എന്തും വെള്ളമില്ലാതെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് ചട്ടി കേടായി പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെയാണ് വേവിക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ രസകരമായ നമ്മുടെ വിഭവം തയ്യാറായി. എന്താടാ ബാക്കി ഇങ്ങനെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. കൽച്ചട്ടയിൽ തയ്യാറാക്കുമ്പോൾ വളരെ ഒരു പ്രധാന രുചിയായിട്ടത് മാറും. നല്ല കളറും. ഇത്തിരി തൈര് ചേർക്കുന്നുണ്ട്. നമ്മൾ അരക്കുന്ന കൂടെ ഇത്തിരി തൈര് ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. മത്തങ്ങ കൊണ്ട് നമ്മൾ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും അത്. വളരെ പോഷകസമൃദ്ധമായ ഒരു പച്ചക്കറിയാണ് മത്തങ്ങ. അതുകൊണ്ട് നമ്മൾ പല 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 സാധനങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കുക. ആ കൂട്ടത്തിൽ പെട്ട ഒന്നാണ് ഇത്. കുറച്ച് മറ്റ് പച്ചക്കറികളും ചേർക്കണം. ഓരോ കഷ്ണം ചെറിയ ചെറിയ കഷ്ണമായി മാത്രം. കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, ഒരു കഷ്ണം ഉള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട്, ഒരു നേന്ത്രക്കായ ഇട്ടിട്ടുണ്ട്. അത്രയും സാധനമാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. ഒക്കെ കൂടിയാണ് നമ്മൾ വേവിച്ചത്. ഓരോന്നിൻ്റെ വേവിനനുസരിച്ച് അതൊക്കെ ഇട്ട് നമ്മൾ വേവിക്കാം. കൽച്ചട്ടയ്ക്ക് നല്ല ചൂടാണ്. കുറച്ച് നേരം കൊണ്ട് ഇത് റെഡിയാകും. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇടുന്നുണ്ട്. പാകമായി വരുമ്പോൾ നല്ലൊരു ഓറഞ്ച് കളറായിരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേവിക്കാനുള്ള വെള്ളം വേണം, അല്ലെങ്കിൽ പാത്രം കേടാക്കും. വെന്ത് വരുന്ന നേരത്ത് നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണം. അടച്ച് വെച്ചിട്ട് വേവിക്കും വേണം. അടച്ച് വെച്ച് വേവിക്കണം പച്ചക്കറിയൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. കൽച്ചട്ടിക്ക് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. നന്നെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഒന്ന് വെയിറ്റ് കൂടുതലുണ്ടാകും. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വീഴാതെ നോക്കണം. പിന്നെ ഇന്നത്തെ ലഞ്ചിന് നമുക്കുള്ളത് നേന്ത്രക്കായയും പരിപ്പും കൂടിയുള്ള കറിയാണ്. തേങ്ങ അരച്ച കറി.
നേന്ത്രക്കായ് പരിപ്പും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഭക്ഷണം തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ആർഭാടമായ കുക്കിങ്ങൊക്കെ നിങ്ങൾ പലയിടത്തും കാണുന്നുണ്ടാവും. വളരെ സിമ്പിളായി മനുഷ്യന് ജീവിക്കാൻ വേണ്ട പോഷകങ്ങളൊക്കെ വേണ്ടു. അത് കിട്ടുന്ന വിധത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ കിട്ടുന്ന പച്ചക്കറികൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസമായിരിക്കുമെന്ന് മാത്രം. തേങ്ങ അരച്ച് ചേർക്കണം, കുറച്ച് ജീരകം. വെന്തു. അതിൽ ആ കുക്കറിലാണ് വെച്ചത്. ഇൻഡക്ഷൻ കുക്കറിന് മുകളിലേക്ക് വെക്കുകയാണ് ചെയ്തത്. പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. പെട്ടെന്ന് പണി കഴിഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് കറി വെക്കൽ കഴിഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് അരപ്പ് ചേർക്കൽ കഴിഞ്ഞു. ഇളക്കുക, നന്നായി ചൂടാക്കുക, പതുക്കെ പതഞ്ഞ് വരുമ്പോൾ ഇങ്ങോട്ട് എടുക്കുക. പരിപ്പ് നമ്മുടെ കറികളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നതാണ്. എളുപ്പത്തിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പച്ചക്കറികളിലൊക്കെ പരിപ്പിട്ട കറികൾ വളരെ നമ്മളുടെ വിഭവങ്ങളിൽ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണ്ട പ്രോട്ടീനൊക്കെ അത് തരും. മിക്കവാറും പച്ചക്കറികളൊക്കെ പരിപ്പിട്ട് കറി വയ്ക്കാം. മുളൂഷങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുക. ഇത് പക്ഷേ കറിയാണ്. നമ്മൾ കടുകൊക്കെ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മത്തങ്ങ അവിയൽ അവിടെ തയ്യാറായി കഴിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും തയ്യാറാക്കണം. പിന്നെ നമുക്ക് കുറച്ച് പപ്പടം തയ്യാറാക്കണം. നമുക്ക് പുതിനയുടെ പപ്പടം ഉണ്ട്, അതെടുക്കണം. പുതിന പപ്പടം കുരുവായിരുന്നു അടിച്ചതാണ്. അപ്പോൾ അതും അതിൻ്റെ കൂടെ നമുക്ക് തയ്യാറാക്കാം. ഇതിന് മുമ്പേ ഞാൻ ഉള്ളിപ്പപ്പടം തയ്യാറാക്കിയിട്ട് കാണിച്ചിരുന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിയിലൊക്കെ നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചിടുമ്പോൾ അവിയലിനൊക്കെ അതിൻ്റെ തനതായ ടേസ്റ്റ് വരും. കളർഫുള്ളായ ഒരു വിഭവമാണ് മത്തങ്ങ അവിയൽ. എന്താടാ ബ്ലാക്കി ഇങ്ങനെയൊക്കെ? നമ്മുടെ തനതായ രീതിയിൽ നിന്നൊന്ന് മാറിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് പച്ചക്കറികൾ കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒക്കെ വളരെ രുചികരമായിരിക്കും. നമ്മൾ ചേർക്കുന്ന വിഭവം, എടുക്കുന്ന പച്ചക്കറി, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഇതിനൊക്കെ അനുസരിച്ച് നമ്മൾ ചുവന്ന ചോറാണ്, നെല്ലുകുത്തരിയുടെ ചോറും മത്തങ്ങ അവിയലും പുതിന പപ്പടം, പരിപ്പും കായയും കൂടിയുള്ള ഒഴിച്ചുകൂട്ടാൻ, നാരങ്ങ അച്ചാർ, അത്ര സാധനമേ നമുക്കുള്ളൂ. വളരെ വളരെ സിമ്പിളായ ഒരു ലഞ്ച്. അത് ഇലയിൽ വിളമ്പി കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ വിശാലമായി കഴിക്കാം, വളരെ രസകരമായിട്ട്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ലഞ്ച് കോംബോ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് ചുക്ക് വെള്ളം, ഉപ്പ് വെറുതെ നമ്മൾ ഇലയുടെ അരികിൽ ആദ്യം വിളമ്പില്ല, ഉപ്പ്, അങ്ങനെ കുറച്ചൊരു ഉപ്പും വിളമ്പിയിട്ടുണ്ട്. ഉപ്പ് പ്രഷറൊക്കെ ഉള്ളവർ വളരെ കുറച്ച്, നമ്മളിവിടെ കറിയിലൊക്കെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. ഇനി ഇത്തിരി വേണമെന്ന് തോന്നുകയാണെങ്കിൽ എടുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ മത്തങ്ങ കൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ വിഭവം തയ്യാറാക്കി, നമ്മൾ ലഞ്ച് തയ്യാറാക്കി കഴിക്കാൻ റെഡിയാക്കിയിരിക്കുകയാണ്. നെല്ലുത്തരി കൊണ്ടുള്ള ചോറും പുതിനയുടെ പപ്പടവും
അവിയലും പിന്നെ നമുക്കുള്ളത് കായം പരിപ്പും കൂട്ടാനും ചുക്കുവെള്ളവും എല്ലാം തയ്യാറായി. ഇനി കഴിക്കേ വേണ്ടു. നല്ലൊരു തൂശനിലയിൽ വിളമ്പി കഴിഞ്ഞാൽ അത് വളരെ രസകരമാണ് കാണാനും കഴിക്കാനും ഒക്കെ. അങ്ങനെ നമ്മുടെ കർക്കിടകത്തിലെ സ്പെഷ്യലായിട്ടുള്ള ഒരു ലഞ്ച് ആണ് തയ്യാറാക്കിയത്. കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ എങ്കിലും ഒന്നെല്ലാവരും ഈ കാലഘട്ടത്തിൽ ഇതുണ്ടാക്കി നോക്കുക, നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ. എല്ലാവർക്കും താങ്ക് യു.